ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. കുറേ മെസ്സേജും കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ദിവസത്തെ ഡേ മൈ ലൈഫ് എടുത്ത് കാണിക്കുമെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഒരു ദിവസത്തെ ഡേ മൈ ലൈഫ് ആക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ രാവിലെ ദോശ ഇടലായിരുന്നു കേട്ടോ. ദോശയായിരുന്നു ഫുഡിന്. രാവിലത്തെ കാപ്പി ദോശയായിരുന്നു കേട്ടോ. അങ്ങനെ ആ ചുട്ടിട്ട് ഞാൻ ഫുഡ് കഴിക്കാനിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം എന്തിനോ ഒരു ചെറിയ ആളാണ് കഴിപ്പിക്കാൻ, അവൻ്റെ കൂടെ ഇങ്ങനെ ഓടി ഓടി നടന്നിട്ട് വേണം ഫുഡൊക്കെ കഴിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതിന് എണ്ണയൊക്കെ പുരട്ടാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ പിന്നെ കുറച്ച് തുണിയെല്ലാം വാഷ് ചെയ്യാനുണ്ടായിരുന്നു. ഇവിടെ ആയപ്പോൾ നമ്മൾ പിന്നെ മെഷീനിലാണ് കേട്ടോ അലക്കണം. കൊല്ലത്തായിരിക്കും നമ്മൾ പുറത്താണ് അലക്കാറ്, ഇവിടെ മെഷീനിലാണ് അലക്കണം കേട്ടോ. അപ്പം തുണി അലക്ക് കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞിനെ കുളിപ്പിച്ച്, ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ കുളിപ്പിച്ച് ഉടുപ്പൊക്കെ ഇടിക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതിൻ്റെ കൂടെ തന്നെ അവനൊരു വിറ്റാമിൻ മരുന്നും കൂടി കൊടുക്കാനുണ്ട് കേട്ടോ. മരുന്ന് കുടിക്കാൻ ചില നേരത്ത് അവന് ഭയങ്കര പാടാണ്, ചില നേരം തനിയെ വാങ്ങി കുടിക്കാറുണ്ട് കേട്ടോ. ഇന്നെന്താണാവോ അവന് ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അപ്പോൾ മരുന്ന് എടുക്കുന്ന കണ്ടപ്പോഴേ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് കേട്ടോ. പിന്നെ ഭാഗത്തോടെ അവൻ കാണില്ല, അപ്പോഴേ അവിടെ നിന്ന് ഓടി ഒളിച്ചിരിക്കും കേട്ടോ. നല്ല മൂഡിലൊക്കെ ആണെങ്കിൽ ആൾ തനിയെ വന്ന് മരുന്നൊക്കെ വാങ്ങി കുടിക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവനെ തപ്പി പിടിച്ച് പൊക്കി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എന്നെ മുഖത്തൊക്കെ മാന്തി പിച്ചി എടുക്കുന്നുണ്ട്. എങ്കിലും ഞാൻ അവനെ നിർബന്ധിച്ചൊക്കെ മരുന്നൊക്കെ കൊടുപ്പിച്ച്. പിന്നെ കൂടാതെ അവന് പ്രായത്തിനൊത്ത വെയിറ്റും കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വെയിറ്റ് കൂടാനും ആരോഗ്യം ഉണ്ടാവാനൊക്കെയുള്ള മരുന്നാണ് ഈ കഴിപ്പിക്കുന്നത് കേട്ടോ. അതിന് ശേഷം പിന്നെ ഞാൻ കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ തൃശ്ശൂർ വീട്ടിലാകുമ്പോൾ എൻ്റെ ഇപ്പോഴും പ്രഗ്നൻസിയും കൂടി ആയതുകൊണ്ട് ഉടുപ്പുകളൊക്കെ അങ്ങ് വളരെ ടൈറ്റായി കേട്ടോ. അപ്പോൾ ഞാനൊരു ഉടുപ്പ് സെലക്ട് ചെയ്യാൻ ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉടുപ്പൊക്കെ കറക്റ്റ് ഫിറ്റിംഗ് ആണോ കറക്റ്റ് ആവുമോ എന്നൊക്കെ ഒന്ന് വെച്ച് നോക്കുകയാണ് കേട്ടോ. പിന്നെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നതിന് ശേഷം അങ്ങനെ ഡ്രസ്സൊന്നും പർച്ചേസ് ചെയ്യാനായിട്ട് പുറത്തോട്ടൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്നിട്ട് പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഒരുവിധം കറക്റ്റായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കൊണ്ടങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെന്ന് വെച്ചാൽ നമ്മൾ പുറത്ത് പോകാനായിട്ട് റെഡി ആവുകയാണ് കേട്ടോ. വീഡിയോ കണ്ടപ്പോഴാണ് മനസ്സിലായി എൻ്റെ മുടി കുറച്ച് നീളം വെച്ചിട്ടുണ്ട് കേട്ടോ. മുടിയുടെ തുമ്പടക്കി വെട്ടി കൊടുക്കാറുണ്ട്. ഇപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായി മുടിക്ക് കുറച്ച് ലെങ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് മുടിയിൽ കെയറിങ് ഒന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ. വല്ലപ്പോഴും ജസ്റ്റ് ചെമ്പരത്തി താളി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഷാമ്പു വാഷ് ചെയ്യും. പിന്നെ ജസ്റ്റ് ഒന്ന് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഓയിൽ മസാജ് എന്ന് വെച്ചാൽ വലിയ മസാജിങ് ഒന്നും ഉണ്ടാവില്ല, ചെറിയ ഞാൻ പാരച്യൂട്ട് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് വെച്ച് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓയിൽ മസാജ് ചെയ്യും. അങ്ങനെ കുളിച്ച് റെഡിയായി ഞങ്ങൾ പുറത്തു പോകാനായിട്ട് ഇറങ്ങാം കേട്ടോ. വീടൊക്കെ പൂട്ടിയിട്ട് അക്ഷയയിലോട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. അത്യാവശ്യം വെയിലൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞിനൊരു ടർക്കിയൊക്കെ വെച്ച് തലയിൽ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ചു വരുവാണ്. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞിൻ്റെ പപ്പ ഞങ്ങൾക്ക് തേൻമുട്ടായി വാങ്ങിച്ചു തന്നു കേട്ടോ. കുഞ്ഞിനത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം എനിക്കത് ഇഷ്ടമാണ്. അതൊക്കെ കഴിക്കുമ്പോൾ കുഞ്ഞിൽ സ്കൂളിൽ പഠിച്ച ഓർമ്മകളൊക്കെ വരും കേട്ടോ. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ശരിക്കും കഴിക്കുമായിരുന്നു വാങ്ങിയിട്ട്. പിന്നെ വീട്ടിലെത്തിയതിന് ശേഷം ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡിന് ചാള വറുത്തത്, മീൻകറി, പിന്നെ കൂക്ക് ഉപ്പേരി, പിന്നെ ഈ തൈര് കലക്കിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എണീറ്റ് വീണ്ടും ഒരു ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ. ചായയുടെ കൂടെ സ്നാക്സ് കുഴപ്പമായിരുന്നു കേട്ടോ. കുഞ്ഞിന് കൊടുത്തപ്പോൾ അവന് വേണ്ടാന്ന് പറഞ്ഞു. അവൻ കഴിച്ചില്ല, അവൻ കുറച്ച് കഴിച്ചിട്ട് എന്തെങ്കിലും കൊണ്ടുതന്നു കേട്ടോ. അപ്പം ബാലൻസ് ഉണ്ടായിരുന്നു, ഞാൻ കഴിച്ചു. അതിന് ശേഷം മേലിൽ അലക്കി വിരിച്ച തുണിയൊക്കെ പോയി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മേലിൽ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ തുണിയൊക്കെ വിരിക്കാറ്. പിന്നെ അതൊക്കെ തുണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് പിന്നെ റൂമും വീടൊക്കെ ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞുണ്ട് കേട്ടോ. എൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുണ്ട്. അവൻ്റെ കൂടെ ഇപ്പോൾ പോയി കളിക്കാനാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇട്ട് ഇടപെടുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇവിടെ തനിച്ചിരുന്ന് ബോറടിക്കുകയല്ലേ. അപ്പം അവനെപ്പോഴും ആ കുഞ്ഞു അവയുടെ കൂടെ പോയിരുന്ന് കളിക്കാറുണ്ട് കേട്ടോ. കളിപ്പാട്ടങ്ങളൊക്കെ വെച്ച് ഭയങ്കര ഹാപ്പിയാണ്. അന്നേരം നമുക്കും കുറച്ച് ഫ്രീ ആയിട്ടിരിക്കാനൊക്കെ പറ്റും കേട്ടോ. ഇവിടെ ഏത് നേരവും ഫോണിലും ടി വിയിലും കണ്ടുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടി നല്ലത് കുഞ്ഞുങ്ങളെ അങ്ങനെയൊക്കെ ബാക്കിയുള്ള കുട്ടികളുടെ കൂടെയൊക്കെ സഹകരിക്കണത് നല്ലതാണെന്ന് തോന്നാറുണ്ട് കേട്ടോ. പിന്നീട് അവൻ അപ്പുറത്തെ വീട്ടിലോട്ട് പോയി. ആ നേരം കൊണ്ട് ഞാൻ വീട്ടിൽ ചോറ് വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് രാവിലെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ചോറ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം രാത്രിക്കുള്ള ചോറാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ ഇരുന്ന ചോറ് കുറച്ച് തിളപ്പിച്ച് ഊറ്റിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ റൈസ് കുക്കറിൽ തന്നെയാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ. വെള്ളം കൂടി ഞാൻ മാക്സിമം കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ കോവയ്ക്ക് ഉപ്പേരിയാണ് കേട്ടോ രാത്രിത്തെ ഫുഡിന് കഴിക്കേണ്ട. ആ സമയം കൊണ്ട് അവിടെ വണ്ടിയൊക്കെ ഒട്ടിച്ച് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്കുള്ള കാൽസ്യം മരുന്ന് ഞാൻ കഴിക്കുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് അവനുള്ള മരുന്ന് കൊടുക്കുന്നത്. ഇഷ്ടമെങ്കിൽ നമ്മളെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.